ഒരു ജീവിതമാകുമ്പോ ഫാമിലി ആകുമ്പോ കുട്ടികളാകുമ്പോ ആരാ വഴക്കുണ്ടാക്കാതിരിക്കുക, ആരാ ഈ ഒച്ചപ്പാടാക്കാതിരിക്കുക, ഒക്കെ ചെയ്യും. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പുറത്തു പോയി പറയുന്ന സമയത്ത് ആ കേൾക്കുന്ന ഒരാൾ വിചാരിക്കുക ഇവരെങ്ങനെ ആയാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവര് ശരിയാവും. അതിന്റെ ഇടയ്ക്ക് വേണ്ടിയിട്ട് ഏഷ്യന് കുത്താനോ അല്ലെങ്കിൽ എന്താ പറയാ എരിയുന്നിട്ട് നല്ല പോലെ മുളകൊടി വാരി ഇടാനോ അല്ലെങ്കിൽ കത്തുന്നിടത്ത് നല്ലപോലെ മണ്ണെണ്ണ നല്ലോണം കത്തട്ടെ വെച്ചിട്ട് വാരി അങ്ങ് കത്തിക്കാനോ നിൽക്കരുത്. കാരണം പടച്ചോനെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് മുകളില്. അള്ളാഹു ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. ചില ആൾക്കാർ പറയും ഇപ്പൊ അടി ഉണ്ടാക്കുന്ന മക്കൾ, അല്ലെങ്കിൽ ഇപ്പം വഴക്ക് പറയുന്ന ഭാര്യ, അല്ലെങ്കിൽ ഇപ്പം പറയുന്ന വഴക്കുണ്ടാക്കുന്ന ഉപ്പന്മാരൊക്കെയാണോ ഈ പ്രായമാകുമ്പോ ഇന്നെ നോക്കണ്ടേ അല്ലെങ്കിൽ എന്റെ മക്കളെ നോക്കണ്ടേ, അങ്ങനെയൊക്കെ പറയൂ. എടാ, നമ്മള് നോക്കിയിട്ടില്ലെങ്കിൽ പഠിച്ചോൻ വേറൊരാളെ കണക്കാക്കിയിട്ടുണ്ടാകും. പഠിച്ചോനില്ല നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് എല്ലാം നമ്മളെ തലയിൽ കറക്റ്റായിട്ട് മറന്നു പോവാതെ എല്ലാം പഠിച്ചോൻ എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ അടുത്തൊരാള് എന്ത് ചെയ്യും, പ്രായമാകുമ്പോ നമ്മളെ പാരന്റിനെ നോക്കും. അത് അത്ര മാത്രമേ ഉള്ളൂ. ആരുടെയും ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യുക, കേരിച്ചല്ലാതിരിക്കുക. എല്ലാവർക്കും ഓരോ ജീവിതമുണ്ട്. സ്വന്തം കാര്യം നോക്കി സിന്ദാബാന്ന് പറയുന്നത് അത്രക്കും പെർഫെക്റ്റ് ആണ്. നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിക്കുക. പിന്നെന്തിനാ നമ്മൾ വേറൊരാളെ ജീവിതത്തിൽ പോയിട്ട് അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്കോ പ്രശ്നങ്ങള്, അത് കേട്ട നമുക്കും പ്രശ്നങ്ങള്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ആകെ കൂടെ പ്രശ്നങ്ങളാണ്. അതിന്റെ കൂടെ എന്തിനാണ് നമ്മളൊരു സൈഡിൽ ഒരു മുള്ളിനും ഇലക്കൊന്നും കേടില്ലാണ്ട് ഒരു സൈഡിലോട്ട് പോവുക, ആരെയും കൊണ്ട് വേദനിപ്പിക്കാതെ. അപ്പൊ തന്നെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആടാ.